ജോസഫ് സി മാത്യു, നിങ്ങൾ അച്യുതാനന്ദന്റെ ആളാണെന്ന് പറഞ്ഞ് പിണറായി വിജയന്റെ അഴിമതിയുടെ വിഷയം വരുമ്പം നിങ്ങൾ അഴിമതിയുടെ ഗംഭീര അപ്പോസ്റ്റലായിട്ട് ബന്ധപ്പെടും, ഇവിടെ ചാനൽ ചർച്ചയിൽ വരും. ഇപ്പൊ അഴിമതിക്കെതിരെ ഒരു യുദ്ധപ്രഖ്യാപനം പോലെ ഒരു നിയമം കൊണ്ടുവരുമ്പം അതിന്റെ പോരായ്മകളുണ്ടെങ്കിൽ പറഞ്ഞോ, ഈ ഇന്ന പോരായ്മയുണ്ട്. ഇപ്പൊ പ്രേമേന്ദ്രൻ പറഞ്ഞില്ലേ എങ്ങനെയാണ് മുഖ്യമന്ത്രി ഒഴിയുക, രാജിവെക്കണം എന്നുണ്ട്, രാജിവെച്ചില്ലെങ്കിലേ പുറത്താക്കൂ. അതിൻ്റെ പോരായ്മകൾ പറഞ്ഞോളൂ. പക്ഷെ അതൊക്കെ വലിയ ലക്ഷ്യം കണ്ടിട്ട് ഒരു ലക്ഷ്യവുമില്ല. ഞാനൊരു കാര്യം പറയാം, അതാണ് മിസ്റ്റർ വിനു ചോദിച്ചേ, ഈ അലക്ക് യന്ത്രം പോലെ എല്ലാവരും വെളുപ്പിക്കുകയാണെന്ന്. ചെങ്കാതി നിങ്ങൾ വരണ്ടാന്നേ, ആരും വരണമെന്ന് ഞങ്ങൾ പറഞ്ഞില്ല. പ്രേമേന്ദ്രന്റെ കൂടെ ഒരു എഫ്ഐആർ എടുക്കുമ്പോൾ പ്രേമേന്ദ്രൻ ചാടി BJP-യിലേക്ക് എതിരെ വരുന്നേ. നിങ്ങൾക്കൊരു കൺസിസ്റ്റൻസി ഇല്ലേ? അല്ല, വന്നാൽ എന്തുകൊണ്ടാണ് ഈ കേസുകൾ ഒന്നുകിൽ സ്ലോ ആവുന്നത് അല്ലെങ്കിൽ ഇല്ലാതാവുന്നത്? അതാണല്ലോ ചോദ്യം. ഞാനിപ്പോ തീർക്കാം. ഒരു മിനിറ്റ് കഴിഞ്ഞു, ഒരു മിനിറ്റ്. ഒന്നും ഇല്ലാതായിട്ടില്ലല്ലോ. ആരുടെ കേസാണ് ഇല്ലാതായത്? നിങ്ങൾ ഒരു കേസ് ഇല്ലാതായി പറയൂ. ഇപ്പൊ അജിത് പവാറിന്റെ കേസ് ഉദാഹരണം. കേസിന്റെ വഴിക്ക് പോകും. അല്ല, അജിത് പവാറിന്റെ കേസ് ഒരാളുടെ കേസും ഇല്ലാതായിട്ടില്ലാന്ന്. പവാറിന്റെ കേസ് ഇപ്പോഴും നടക്കുന്നുണ്ട്. അജിത് പവാറിന്റെ കേസ് പോയല്ലോ. ആര് പറഞ്ഞു ഇല്ലാതായിന്ന്? നിങ്ങളല്ലേ ഇപ്പൊ പറഞ്ഞ കോടതിയുടെ കാര്യം. എന്ത് പോയിന്ന്? അതിലർത്ഥമില്ല. കേസിന്റെ വഴിക്ക്. ഇനി ഞാൻ വേറൊരു കാര്യം പറയാം. ഇതിനകത്ത് വക്കീലുമാരൊക്കെ ഉണ്ടല്ലോ, ഒന്ന് തീർത്തോട്ടെ. ആർക്ക് വേണ്ടലും കക്ഷി ചെയ്യാനാണ്. പ്രോസിക്യൂട്ടർ അഴിമതിക്കാരന് അനുകൂലമായ നിലപാട് എടുക്കുകയാണെങ്കിൽ പ്രേമേന്ദ്രന് പോയിട്ട് ലോക്കൽ സ്റ്റാൻഡിയുമായിട്ട് പോയിട്ട് കക്ഷി ചേരാം, ചെയ്യട്ടെ. ഞങ്ങൾ ഒരു കാര്യം പറയാം. ഗോപാലകൃഷ്ണൻ, ഇതാണോ മറുപടി? BJP-യിലേക്ക് അല്ലെങ്കിൽ NDA-യിലേക്ക് വരുമ്പോൾ ആ കേസുകൾ ഒന്നുകിൽ ഇല്ലാതാവുന്നു, അല്ലെങ്കിൽ ആ കേസുകളിൽ വളരെ സാവധാനം നീങ്ങുന്ന പ്രവണത ഉണ്ടാവുന്നു, അത് ഫലത്തിൽ അപ്രത്യക്ഷമാവുന്നു. അതിന് മറ്റാളുകൾക്ക് പോകാമല്ലോ എന്ന് പറയുന്നതാണോ മറുപടി? അങ്ങനെ ഇല്ലാന്നേ വിനു ഒരിക്കലും അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. മറുപടി എൻ്റെ മറുപടി വളരെ കൃത്യമാണ്. ഒരിക്കലും അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പ്രതിപക്ഷത്തിന് അവിടെ കക്ഷി ചേർന്ന് ശക്തമായി കോടതിയിൽ വാദിക്കണം. പ്രോസിക്യൂഷൻ കൊണ്ടുവരുന്ന ഏത് വാദത്തെയും എതിർക്കാൻ ലോക്കൽ സ്റ്റാൻഡിൽ പ്രതിപക്ഷത്തിന് പോകാമല്ലോ. വെറുതെ വാദിച്ചിട്ട് എന്താ കാര്യം? അത് വെച്ച് അതൊക്കെ രാഷ്ട്രീയമാണ്. രാഷ്ട്രീയത്തിൽ പല കാര്യങ്ങളും ഉണ്ട്. ഇന്നലെ വരെ കറപ്ഷൻ മാത്രമായി കൊണ്ടുവരുന്ന ആൾക്കാരെ ഇവർ കൂട്ടിച്ചേർക്കല്ലേ? അങ്ങനെയാണെങ്കിൽ ഒരു കാര്യമുണ്ട്, രാഹുൽ ഗാന്ധിക്കും അതുപോലെ തന്നെ ലല്ലു പ്രസാദ് യാദവിന് ഒരുമിച്ച് പോകാൻ പറ്റുമോ? ഇപ്പോഴും ലല്ലു പ്രസാദ് യാദവ് ആയുമായി ബന്ധപ്പെട്ട പാർട്ടിയുമായിട്ട് ഒന്നിച്ചല്ലേ പ്രേമേന്ദ്രനും കോൺഗ്രസും ബീഹാറിൽ പോകുന്നത്? അതുകൊണ്ടാണ് നേരത്തെ ശ്രീ പ്രേമേന്ദ്രൻ ചൂണ്ടിക്കാണിച്ച 25 നേതാക്കളുടെ കാര്യം പ്രസക്തമാകുന്നത്. ആ അഴിമതിക്കാരുടെ തോളിൽ കൈയിട്ടുകൊണ്ടാണ് സാർ നിങ്ങളും നടക്കുന്നത്.